മൈക്കണ്ട. ജമാഅത്ത് കൗൺസിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ജമാഅത്ത് കൗൺസിൽ എന്ന സംഘടന രൂപീകൃതമായിട്ട് 8 സംവത്സരം പൂർത്തിയാവുകയാണ്. 8ാമത് വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ദേശീയ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ നവീകരണവും അതിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന സംഘടന ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സംഘടന കേരളത്തിൻ്റെ 14 ജില്ലകളിലും കമ്മിറ്റികളും മറ്റ് പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏക ഒരു സംഘടനയാണ് ജമാഅത്ത് കൗൺസിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുന്നു, ഈ സംഘടനയുടെ പ്രസിഡന്റ് ഡോക്ടർ ബാലരാമപുരം അഷ്റഫ്, അദ്ദേഹത്തിൻ്റെ അക്ഷീണമായ പ്രയത്നമാണ് ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വലം കൈയായി നമ്മുടെ ഈ ഓഫീസ് നമുക്ക് ദാനം നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം എന്നും നിലകൊള്ളുന്ന ജനാബ് ഷംസുദ്ദീൻ ഹാജി, അദ്ദേഹത്തെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല. ഈ സംഘടനയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം തൻ്റെ മുഴുവൻ പ്രയത്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആ മഹത് വ്യക്തിത്വത്തെ ഞാൻ ഈ സമയത്ത് ആദരപൂർവ്വം സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആലിം കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് ഡോക്ടർ അബ്ദുൽ കലാം ബിസ്വാഹി, അദ്ദേഹം ഇതിൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ഈ സംഘടനയിലേക്ക് കടന്നു വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമയവും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജമാഅത്ത് കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ വെറും ഒരു പേര് പത്രത്തിൽ വരുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ മുഖം കൊടുക്കുന്നതിനോ വേണ്ടി മാത്രമല്ല ഈ സംഘടന ഉണ്ടാക്കിയത്. കേരളത്തിലെ പല സാമുദായിക സംഘടനകളും നിലകൊള്ളുന്നത് അവരുടെ യശസ് ഉയർത്തുന്നതിനും അവരുടെ മുഖമൊന്ന് ടി വിയിലും മാധ്യമങ്ങളിലും കാണിക്കുന്നതിനും വേണ്ടിയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായി ഡോക്ടർ ബാലരാമപുരം അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള